ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബംഗാളിൻ്റെ ഫേമസ് ഡെസേർട്ട് ആയിട്ടുള്ള ബാപ്പ ഡോയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ട്രഡീഷണൽ സ്റ്റൈൽ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ട് ഒത്തിരി നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെ കണ്ടൻസ്ഡ് മിൽക്കൊന്നും ഉപയോഗിക്കാതെ ഒരു സ്പെഷ്യൽ ഫ്ലേവറിലാണ് ചെയ്തെടുക്കുന്നത്. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ സെർവ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ 3/4 കപ്പ് തൈരാണ് ഉപയോഗിച്ചിട്ടുള്ളത്. തൈര് എടുക്കുന്ന സമയത്ത് മാക്സിമം പുളിയില്ലാത്ത തൈര് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തൈരാണ് ഉള്ളതെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് 1/2 കപ്പ് മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവൊന്ന് കൂട്ടിയെടുത്താൽ മതി. അതുപോലെ തന്നെ തൈര് നേരത്തെ തന്നെ പാത്രത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു കോട്ടൻ്റെ തുണി വിരിച്ച് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൈരിൽ നിന്നുള്ള എക്സ്ട്രാ ഒരു വെള്ളമൊക്കെ വാർന്ന് പോയതിന് ശേഷം, കുറച്ച് ഡ്രൈ ആയതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ വെള്ളമൊക്കെ വാർന്ന് വെച്ചിട്ടുള്ളതാണ്. ഇതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ കയ്യിലില്ലാത്തവർക്ക് ഇതിന് പകരം കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഹോം മെയ്ഡ് ആയിട്ടുള്ള കസ്റ്റാർഡ് പൗഡറിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അതിനകത്തൊന്ന് ചെക്ക് ചെയ്താൽ മതി. കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോഴായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലോട്ടേക്ക് എസൻസ് ഞാൻ വാനില പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസ് ആയിട്ട് കയ്യിലുള്ളവർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി വാനില എസൻസും വാനില പൗഡറൊന്നും കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു വിസ്കോ അതല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ തൈര് ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ശരിക്കും കസ്റ്റാർഡ് പൗഡറുമായിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. കസ്റ്റാർഡ് പൗഡറും തൈരും ഒക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു സോസ് പാനിലോട്ടേക്ക് ഞാൻ 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്കുള്ള ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇത് അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടാകും. ഇതിൽ കൂടുതൽ വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് 3/4 കപ്പ് വരെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ടൊരു തവി വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് പാല് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് തിള വരുന്ന സമയത്ത് തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട്, നമ്മൾ 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ പകുതി ആകുന്ന രീതിയിൽ നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം. ഈ കുറുക്കിയെടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഡെസേർട്ടിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുത്ത് ഇതിൻ്റെ കളറൊക്കെ മാറി കണ്ടില്ലേ, നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു പാകത്തിലോട്ടേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ച് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് ക്യാരമൽ റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് പഞ്ചസാരയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഫ്ലെയിം നന്നായി കുറച്ചിട്ട് നമ്മളൊന്ന് പഞ്ചസാര നല്ലതുപോലെ ഉരുക്കിയെടുക്കണം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെ ക്യാരമൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് പഞ്ചസാരയൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരമൽ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ സമയം നമ്മൾ ചെയ്തെടുക്കരുത്, അപ്പോൾ ഒരു കയ്പ്പ് രസം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നല്ല ചൂടോട് കൂടി തന്നെ നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പാല് ചേർക്കുന്ന സമയത്ത് ഇത് ചെറുതായിട്ട് ഒരു കട്ട പിടിച്ചതുപോലെയാണ് ഉണ്ടാവുക. പക്ഷേ നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായിട്ട് ശരിക്കും നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഒരു തവി വെച്ചിട്ട് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. ഞാൻ അത്യാവശ്യം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കണ്ടില്ലേ, നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്യാരമൽ റെഡിയാക്കി എടുക്കുകയും പാല് കുറുക്കിയിട്ടും കൂടി ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു കളറും അതുപോലെ തന്നെ ടേസ്റ്റും വളരെ വളരെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ശരിക്കും ചൂടാറണം. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാരമലൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തൈരും കസ്റ്റാർഡ് പൗഡറൊക്കെയുള്ള ആ ഒരു മിക്സിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ വിസ്കോ അതല്ലെങ്കിൽ തവിയോ ഉപയോഗിച്ചിട്ട് ശരിക്കും മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് തൈരായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കട്ട പോലെയൊക്കെ ഉണ്ടാകും. അതൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടുക. നല്ല ക്രീമി ആയിട്ടുള്ള ഈ ഒരു ടെക്സ്ചറിലാണ് റെഡിയായി കിട്ടുക. ഇനി നമുക്കിതൊരു ബൗളിലോട്ടൊക്കെ മാറ്റാം. അപ്പോൾ ഗ്ലാസിൻ്റെ ബൗളോ നിങ്ങളുടെ കയ്യിൽ പുഡിംഗ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പുഡിംഗ് ട്രേ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് മാറ്റാം. അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ ചോറ്റുപാത്രം ഉണ്ടല്ലോ, അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ മുഴുവൻ ചേർത്ത് കഴിഞ്ഞാൽ തറയിൽ വെച്ചിട്ടൊന്ന് തട്ടിയെടുക്കുക. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ അങ്ങ് പോയിട്ട് നല്ല ലെവൽ ചെയ്തിട്ട് നമുക്ക്
ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലൊരു അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് കവർ ചെയ്യുകയാണെങ്കിൽ വെള്ളം വീണിട്ട് നമ്മുടെ ഡെസേർട്ട് അങ്ങ് ചീത്തയായി പോവില്ല. അതല്ലെങ്കിൽ ചെറിയൊരു കോട്ടൻ്റെ തുണി വെച്ച് കവർ ചെയ്തെടുത്താലും മതി. നമ്മൾ അടപ്പിന് ഒരു കോട്ടൺ തുണി വെച്ച് കവർ ചെയ്തെടുത്താലും മതി. ഇനി കുറച്ച് വെള്ളം വെച്ചിട്ട് താഴ്ഭാഗത്ത് നമ്മുടെ ചട്ടിയുടെ കടിയിൽ വെക്കുന്ന ഒരു റിങ് വെച്ച് കൊടുത്താൽ മതി. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ പുഡിംഗ് ട്രേ ഇതിലോട്ടേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് തുടങ്ങി 20 മിനിറ്റ് വരെയൊക്കെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലെയിമിനനുസരിച്ചിരിക്കും. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊക്കെ ചെയ്തെടുക്കാൻ കുറച്ചുകൂടി പെട്ടെന്നാവും. ലോ ഫ്ലെയിമിലാണെങ്കിൽ 25 മിനിറ്റ് ഒക്കെ എടുക്കും കേട്ടോ റെഡിയാവാൻ. ഞാനിപ്പോൾ ഇത് അത്യാവശ്യം 25 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് റെഡിയായെന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഫോയിൽ റിമൂവ് ചെയ്തിട്ട് സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തൊട്ട് നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടില്ലേ, സ്പൂണിനൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല, നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ചൂടാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിനകത്ത് 1 മണിക്കൂർ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ചൂടോടുകൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് പെട്ടെന്ന് അങ്ങ് മെൽറ്റായി പോകുന്ന രീതിയിലുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ 1 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ ഇത് വളരെ 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 സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. നമ്മളൊരു 2-3 മണിക്കൂറൊക്കെ കൂടുതൽ സമയം ഫ്രീസറിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നല്ല കട്ടിയായിട്ടുള്ളൊരു പാകത്തിനോട്ട് ഇത് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിനകത്തൊക്കെ മുറിച്ചെടുക്കാൻ കഴിയും. ഇതിപ്പോൾ അത്യാവശ്യം ഓക്കെയാണ്. 1 മണിക്കൂർ വെക്കുമ്പോഴത്തേക്ക് തന്നെ കണ്ടില്ലേ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെയുള്ളൊരു പാകത്തിനാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3-4 മണിക്കൂറൊക്കെ ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഇത് നല്ല കട്ടിയായിട്ട് കിട്ടും. ഞാൻ കുറച്ച് പിസ്ത മാത്രം വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. നല്ല സൂപ്പർ സോഫ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് നല്ല സ്പെഷ്യലാണ്. അപ്പോൾ ബാപ്പ ഡോയ് മുന്നേ ട്രഡീഷണൽ വെർഷൻ കഴിച്ചിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാകും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് പാല് കുറുക്കിയിട്ടും ക്യാരമലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇത് ശരിക്കും ബംഗാളിൻ്റെ തന്നെ ഒരു വേർഷൻ തന്നെയാണ്, ക്യാരമലൈസ്ഡ് ആയിട്ടുള്ള ബാപ്പ ഡോയ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.